ഹായ് ഫ്രണ്ട്സ്, യാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ചായക്കടയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പലഹാരമില്ലേ, സുഗിയൻ, മോദകം എന്നൊക്കെ പറയും. ചെറുപയർ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കട പലഹാരമാണ് സുഗിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തതാണ്. ഇത് ഞാൻ പകലാണ്, രാവിലെയാണ് ഇട്ടത്. ഒരു 6 മണിക്കൂർ കുതിർന്നതിന് ശേഷമാണ് ഇത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വാരിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നമുക്കിത് കുഴച്ചെടുക്കാൻ നേരത്ത് വെള്ളം വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി പോകും. ഒരു നെകക്ക് ഇച്ചിരി താഴെ നിന്നാലും കുഴപ്പമില്ല, ഒരു 3 വിസിൽ കേട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്. 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് 1 പിഞ്ച് മഞ്ഞ കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ബേക്കിംഗ് സോഡ 1 പിഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ വേവിച്ചെടുത്തേക്കുന്ന പയറാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട്, ഒട്ടും വെള്ളമായി ഒന്നിലും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങി വരുന്നുണ്ട്. നമുക്ക് ഉണ്ട ഉരുട്ടാൻ പറ്റുന്ന പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിരണ്ടി എടുത്ത വെല്ലം 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ജീരകം പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് വെല്ലം ഉരുക്കിയെടുത്തിട്ട് അതിലേക്ക് ഈ തേങ്ങയും പയറും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. ആ രീതിയിലും ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ബോളാക്കിയൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ഈ ഓരോ പയറിൻ്റെ ബോളും എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബാറ്ററിലൊന്ന് മുക്കിയിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു വശമായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറ്റേ വശം കൂടി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ സുഗിയൻ എന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.